കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയമാണ്. ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ചികിത്സാ രംഗം വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. അത്യാധുനിക MRI സംവിധാനങ്ങളോടുകൂടിയും ന്യൂറോ മോണിറ്ററിങ്, ന്യൂറോ നാവിഗേഷൻ, അവേക്ക് ക്രേനിയോട്ടമി എന്നീ ചികിത്സാ രീതിയിലൂടെ നമുക്ക് ബ്രെയിനിലുണ്ടാകുന്ന ട്യൂമറിനെ ഫലപ്രദമായി സർജറി ചെയ്ത് നീക്കുവാനും സർജറി ഇല്ലാതെ തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എന്നിവയിലൂടെയും ആ ട്യൂമറിൻ്റെ വലിപ്പം കുറയ്ക്കാനും ബ്രെയിനിലേക്കുള്ള ആഘാതം കുറയ്ക്കാനും നമുക്ക് സാധ്യമാകും. എല്ലാ ബ്രെയിൻ ട്യൂമറിനും ഓപ്പറേഷൻ തന്നെ വേണമെന്നില്ല. ചിലതിൻ്റെ സ്ഥാനം അനുസരിച്ച് നമ്മൾ റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒക്കെ ചെയ്താലും ആ ട്യൂമറിൻ്റെ വലിപ്പം കൂടുന്നത് നമുക്ക് കുറയ്ക്കാൻ സഹായമാക്കുക. അതുകൊണ്ട് ഭയമല്ല വേണ്ടത്, കൃത്യസമയത്തുള്ള ചികിത്സയാണ് വേണ്ടത്. ഏർലി ഡയഗ്നോസിസ് ആണ് ബ്രെയിൻ ട്യൂമറിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി. ബ്രെയിൻ ട്യൂമറിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്.